ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കേരള സ്റ്റേറ്റ് സിലബസ് 9th ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 1 ബയോളജിയിലെ ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1 പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ലെറ്റ് us unite to regain our green earth. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളുടെ ഏർത്തിന, നല്ല ഗ്രീനറി ഉള്ള ഏർത്തിന തിരിച്ചു കൊണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ ഭൂമിനെ നല്ല നിലയിൽ തിരിച്ചു കൊണ്ടുവരാൻ. ഇപ്പം നമുക്കറിയാം, നോക്കിതാ ഈ പോർഷനിൽ എന്താ കാണിക്കുന്നത്, വരണ്ട് ഉണങ്ങിയ ഭൂമി. പക്ഷെ ഇത് നോക്ക്, ഈ സൈഡിൽ നല്ല പച്ചപ്പും, എല്ലാവർക്കും ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെയുള്ളൊരു ഭൂമിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കോവിഡിനെയൊക്കെ തോൽപ്പിച്ച് നമ്മളൊക്കെ മുന്നോട്ട് വരും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം, നമ്മളുടെ ഗ്രീൻ എർത്തിനെ തിരിച്ചു കൊണ്ടുവരാം. എ പോസ്റ്റർ ഡിസൈൻഡ് ബൈ സംഗീത് ഫോർ എ പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ based on the message Save Earth from Global Warming is presented above. What inferences can you formulate from this poster? സംഗീത് ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിൽ ചെയ്ത പോസ്റ്ററാണ് നമ്മളിവിടെ കണ്ടത്. ഏർത്ത് ഉണ്ട് ഇവിടെ, മരം ഉണ്ട് ഇവിടെ, അതിൻ്റെ രണ്ട് മുഖങ്ങൾ, ഓരോ കോയിനും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ള പോലെ നമ്മൾ പറയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഭൂമിയെ മനുഷ്യന്മാരുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം എന്തായി എന്നുള്ളത് ഒരു സൈഡിലും, എങ്ങനെയായിരുന്നു പണ്ട് ഭൂമി, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇനി നല്ലൊരു പച്ചയായ ഭൂമിയെ തിരിച്ചു നൽകും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യു ഹാവ് ഹേർഡ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിനൻ വിച്ച് ലീഡ് ടു ദ റൈസ് ഇൻ എർത്ത്സ് ടെമ്പറേച്ചർ. നിങ്ങൾ ഗ്ലോബൽ വാർമിംഗ് എന്ന ടേം കേട്ടിട്ടുണ്ടോ? ഗ്ലോബൽ വാർമിംഗ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫിനോമിനൻ ആണ്. എന്താ സംഭവിക്കുക, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ സമയത്ത് എർത്തിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൂടി വരും. ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്താ അതിന് കാരണം ഗ്ലോബൽ വാർമിങ്ങിന്? അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ വല്ലാണ്ട് കൂടുക. അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന ഫിനോമിനൻ ഉണ്ടാവുന്നത്. Plants can resist this to a certain extent. Analyze illustration 1.1 given below based on the indicators and prepare note in the science diary. അപ്പോൾ ഇവർ പറയുന്നത് പ്ലാന്റ്സിന് ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, നമ്മൾ മനുഷ്യന്മാർ പ്ലാന്റ് ചെയ്യുന്നുണ്ടോ? ഉള്ളതൊക്കെ വെട്ടി നശിപ്പിച്ച് കൊണ്ടുപോവല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, അത് നമ്മളോട് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. 1.1 നമുക്ക് എന്താണെന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ്, റെസ്പിറേഷൻ, ആനിമൽസ്, അറ്റ്മോസ്ഫിയർ O2 ഓക്സിജൻ, ഗ്ലൂക്കോസ്, ഇവരെല്ലാം കൂടെ എന്തൊക്കെയോ ഒരു കണക്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ്സ് അവർ റെസ്പയർ ചെയ്യും, എന്നിട്ട് എന്ത് പുറത്തോട്ട് വിടും? ഓക്സിജൻ പുറത്തോട്ട് വിടും. എങ്ങോട്ട്? അറ്റ്മോസ്ഫിയറിലേക്ക്. അത് ആരെടുക്കും? നമ്മളെ പോലത്തെ ആനിമൽസ് ഒക്കെ ശ്വസിക്കും. എന്നിട്ട് അവർ തിരിച്ച് എന്ത് പുറത്തോട്ട് കളയും? എന്താ റെസ്പയർ ചെയ്ത് നമ്മളൊക്കെ പുറത്തോട്ട് വിടുക? കാർബൺ ഡയോക്സൈഡ്. ആ കാർബൺ ഡയോക്സൈഡ് ആരെടുക്കും? പ്ലാന്റ്സ് എടുക്കും. ഇനി പ്ലാന്റ്സ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്ലൂക്കോസിന്റെ ഒക്കെ രൂപത്തിലല്ലേ, അത് പുറത്തോട്ട് വിടും. അതാര് തിന്നും? നമ്മൾ തന്നെ തിന്നും. ഇൻ ഷോർട്ട് എന്താ, പ്ലാന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് ഒക്കെ പ്ലാന്റ് വലിച്ചെടുത്തിട്ട് അത് നമുക്ക് ഫുഡ് തരും. ആ ഫുഡും നമ്മൾ തിന്നും. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വലിച്ചെറിയും. അങ്ങനെ. പക്ഷേ ഈ പ്ലാന്റ്സ്, ഈ ഒരു സംഭവം പ്ലാന്റ് ഇല്ലാണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പുറത്തോട്ട് തള്ളുന്ന
കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതെടുക്കാൻ ആരില്ല? പ്ലാന്റ്സ് ഇല്ല. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. എർത്തിന്റെ ടെമ്പറേച്ചർ കൂടി വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഡസിൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? എന്തുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കുറയാത്തത്? കാരണം അപ്പപ്പോൾ തരാൻ നമുക്ക് ആരുണ്ട്? പ്ലാന്റ്സ് ഉണ്ട്. വൈ ഡസിൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാത്തത്? അതിനും കാരണം ആരാ? പ്ലാന്റ്സ്. നമ്മൾ പുറത്തോട്ട് ശ്വസിച്ച് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പ്ലാന്റ്സ് വലിച്ചെടുക്കും. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു പങ്കാണ് പ്ലാന്റ്സിനുള്ളത്. Which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? പ്ലാന്റിലുള്ള ഏത് പ്രോസസ്സാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്ലാന്റ്സിന്റെ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ഒക്കെയാണ് ഇതിന് കാരണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ പ്ലാന്റ്സ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് പ്ലാന്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന്? അപ്പം നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു നോക്കാം. പ്ലാന്റ് ഓക്സിജൻ പുറത്തോട്ട് തള്ളുന്നു. ആ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുന്നു. നമ്മളടക്കമുള്ള ആനിമൽസ് വലിച്ചെടുക്കുന്നു. ഈ ആനിമൽസ് പുറത്തോട്ട് തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ് വലിച്ചെടുക്കുന്നു. എന്നിട്ട് അത് ഗ്ലൂക്കോസ് ആയിട്ടും ഫുഡിന്റെ ഫോമിൽ പുറത്തോട്ട് വരുന്നു. അത് നമ്മൾ ആനിമൽസ് വീണ്ടും എടുക്കുന്നു. അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നില്ല. അപ്പോൾ കൂടാത്തത് കൊണ്ട് തന്നെ എർത്തിന്റെ ടെമ്പറേച്ചറും വല്ലാണ്ട് കൂടുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല നമ്മൾ പറയുന്നത് യൂഷ്വലി. പക്ഷേ ഇപ്പം പ്ലാന്റ്സ് ഒക്കെ കുറവായതുകൊണ്ടും പിന്നെ പൊല്യൂഷനൊക്കെ കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നത് കാരണവും എർത്തിന്റെ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് അതർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാണ്ട് പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഫോട്ടോസിന്തസിസ്. അതിന് വേണ്ട ഒരു ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വേറൊരു ഫാക്ടർ എന്താ? മിനറൽ ആൻഡ് സാൾട്ട്സ്. വേറെ എന്താ? വാട്ടർ. ഇനി വേറൊരു ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് വേണം അല്ലേ? ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് പ്ലാന്റ്സിൽ നടക്കുന്നത്. വേർ ഡു പ്ലാന്റ്സ് അക്വയർ ദീസ് ഫാക്ടേഴ്സ് ഫ്രം? ഡിസ്കസ്. എവിടുന്നാ പ്ലാന്റിന് ഇതൊക്കെ കിട്ടുന്നത്? മിനറൽസ്, സാൾട്ട്സ്, വാട്ടർ ഒക്കെ പ്ലാന്റ് റൂട്ട് കൊണ്ട് സോയിലിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും, മണ്ണിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കും. പിന്നെ വേണ്ട ഒരു മെയിൻ ആളുണ്ടല്ലോ, സോളാർ ലൈറ്റ്, സൺലൈറ്റ്. അത് സണ്ണിന്റെ ലൈറ്റിനെ എടുക്കും. പിന്നെ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ്, അത് പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നോക്കാം. വൈ ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ് ഗ്രീനർ ദാൻ ലോവർ പാർട്ട്? ഈ കുട്ടി ഇത് കണ്ടോ? ചെടി നോക്കുക. അപ്പൊ കുട്ടി നോക്കിയപ്പോ ഇലയ്ക്കൊക്കെ അടിയിൽ അത്ര കളറില്ല, പക്ഷെ മുകളിൽ നല്ല പച്ച കളറുണ്ട്. എന്തുകൊണ്ടാ? ഹാവ് യു നോട്ടീസ് താരാസ് ഡൗട്ട്? വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഓഫ് യുവർ സ്കൂൾ ആൻഡ് എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ദ ഡൗട്ട്. നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചെടി വളർത്തലില്ലേ? ഇല്ലെങ്കിൽ എല്ലാവരും ചെടിയൊക്കെ നടണം. നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ റെസിസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ ചെടി നടുവൊക്കെ ചെയ്തു. നിങ്ങളെ ചുറ്റിലും ചെടിയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇലേന്റെ ഒക്കെ മുകളിലെ പാർട്ടിലാണോ ഗ്രീൻ കൂടുതൽ, താഴത്തെ പാർട്ടിലാണോ ഗ്രീൻ കളർ കൂടുതൽ എന്ന് നോക്കണം. പിഗ്മെന്റ്സ് ഇൻ ലീവ്സ്. യു നോ ദാറ്റ് chlorophyll imparts green color to the plant parts. With the help of your teacher, observe the section of a leaf through a microscope. Based on the indicators, analyze illustration 1.2 and description and formulate your inferences. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന ഒരു പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. ചെടികൾക്ക്
പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. എന്താണ്? ക്ലോറോഫിൽ. അപ്പം താഴത്തെ ഒരു ഫിഗർ നോക്കിയിട്ട് നമ്മളോട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെ ഒരു ലീഫിന്റെ സെക്ഷൻ നോക്കുമ്പോൾ എന്തൊക്കെയാ കാണുകയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ മൊത്തത്തിൽ കാണിക്കുന്നത് സ്ട്രക്ചർ ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ചെടിക്ക് പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. അത് എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ഒരു ഇല, ആ ഇലേനെ നമ്മൾ സെക്ഷൻ ആക്കി എടുത്തു, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പം നോക്ക്, ഏറ്റവും പുറത്ത് എപ്പിഡെർമിസ്, ഉള്ളിൽ കുറെ സെൽസ് കണ്ടോ? താഴെ എവിടെ ഒരു പോർ പോലത്തെ സ്ഥലം കണ്ടോ? അതാണ് സ്റ്റൊമാറ്റ. ഗേഷ്യസ് എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ലീവ്സിലുള്ള സ്ട്രക്ചറാണ് സ്റ്റൊമാറ്റ. അപ്പൊ ഇവിടെ കണ്ട ഈ സ്ട്രക്ചറിന് നമ്മൾ ഒന്നുകൂടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ, പ്ലാന്റിന്റെ ഓരോ സെല്ലിലേക്കും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു സെല്ല്, പ്ലാന്റ് സെല്ലിലുള്ള ഒരു ഓർഗനല്ലേ ആണ്, ഒരു പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഇതാണ് ആ സെക്ഷൻ. കോയിൻ അടുക്കി വെച്ച പോലെ ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് ഓരോ സാധനങ്ങൾ കണ്ടോ? അതാണ് ഗ്രാന. പാക്ക് ഓഫ് മെംബ്രെയിനസ് എഗ്, ഒരുപാട് സഞ്ചികൾ ഇങ്ങനെ കൂട്ടി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ ഇല്ലേ, അതാണ് ഗ്രാന. ഇനി അതിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ടാവും, അതാണ് സ്ട്രോമ. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിൻ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പുറത്ത് ഒരു ഇലയെടുത്തു, സെക്ഷനാക്കി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഓരോ പ്ലാന്റ് സെല്ലും കണ്ടു. ആ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഓർഗനലെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിന് പുറത്തുനിന്ന് എന്തൊക്കെയുണ്ട്? ഏറ്റവും പുറത്തൊരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, ഈ രണ്ട് കറുത്ത വര. ഉള്ളിൽ സ്ട്രോമ എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. അതിനകത്ത് സഞ്ചി അടുക്കി വെച്ച പോലത്തെ മെംബ്രെയിനസ് സാക്ക് ഉണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള. അതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുക. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ് ബട്ട് ഇൻ റീജിയൻസ് വേർ എവർ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസന്റ്. ഫോട്ടോസിന്തസിസ് നടക്കുക ലീഫിൽ മാത്രമാണോ? അല്ല, എവിടെയൊക്കെ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണോ അവിടെയൊക്കെ ഫോട്ടോസിന്തസിസ് നടക്കും. Pigments that absorb sunlight are found in the grana of the chloroplast. നമ്മൾ പറഞ്ഞു ഇല സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ പ്ലാന്റ് സെല്ലുകൾ കണ്ടു. ആ സെല്ലിന്റെ ഉള്ളിൽ ഒരു ഓർഗനലെയാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിനുള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ഈ ക്ലോറോഫില്ല് ഗ്രാന എന്ന് പറഞ്ഞ പോർഷൻ പറഞ്ഞില്ലേ നമ്മള്, ആ പോർഷനിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് പ്രസന്റ് ആയിട്ടുള്ളത്. Chlorophyll A, chlorophyll B, carotene, xanthophyll are the pigments present in grana. നമ്മൾ പറഞ്ഞു പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അതുപോലെ തന്നെ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ഉണ്ട്, കെറോട്ടീൻ, സാന്തോഫിൽ ഓറഞ്ചും റെഡും ഒക്കെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ്സ് ആണ് ഇവരൊക്കെ. ക്യാരറ്റിന് ഓറഞ്ച് കളർ കാണല്ലേ, അതിനൊക്കെ കാരണം ഈ കെറോട്ടീൻ എന്ന് പറഞ്ഞ പിഗ്മെന്റാ. ഇതൊക്കെ എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? ഈ സ്റ്റാക്ക് ആക്കി വെച്ച ഗ്രാനൈന്റെ ഉള്ളിലാണ് പിഗ്മെന്റ്സ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓൾ ദീസ് പിഗ്മെന്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ഹൗവർ ഓൺലി ക്ലോറോഫിൽ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. All other pigments absorb light and transfer it to chlorophyll A. Hence they are called accessory pigments. അപ്പോൾ എല്ലാ പിഗ്മെന്റ്സിനും സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ക്ലോറോഫിൽ എക്ക് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ള പിഗ്മെന്റ്സിലെ ക്ലോറോഫിൽ ബി, കെറോട്ടീൻ, സാന്തോഫിൽ ഇവരൊക്കെ എന്താണെന്ന് അറിയോ ചെയ്യുക? അവരൊക്കെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. എന്നിട്ട് ക്ലോറോഫിൽ എന്റെ സഹായത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പൊ ഇവര് കെറോട്ടീൻ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ഒക്കെ സഹായികളല്ലേ? അപ്പൊ അവരെ വിളിക്കുക ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ്. ഇൻഡിക്കേറ്റേഴ്സ്, പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഏറ്റവും ഔട്ടറിൽ ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. അതിനുള്ളിലുള്ള ഫ്ലൂയിഡ് ലൈക്ക് സ്പേസിനെ നമ്മൾ സ്ട്രോമ എന്നാണ് പറയുക.
ഇനി അതിൻ്റെ അകത്ത് മെംബ്രെയിനസ് സാക്സ്, ഇങ്ങനെ അട്ടിക്ക് വെച്ച പോലെ സാക്സ് ഉണ്ട്. അതിനെ നമ്മൾ ഗ്രാന എന്ന് പറഞ്ഞു. ഈ ഗ്രാനയുടെ ഉള്ളിലാണ് പിഗ്മെന്റ്സ്. ഏതൊക്കെയാ പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ. ഇതിൽ ക്ലോറോഫിൽ എ ഡയറക്ട്ലി ഇൻവോൾവ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ബാക്കിയുള്ള ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ അവരൊക്കെ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ഇവര് ആരെ സഹായിക്കുക ചെയ്യുക? ഫോട്ടോസിന്തസിസിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലോറോഫിൽ എക്ക് എനർജി അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. Along with carbon dioxide, water should also reach the leaves for photosynthesis. How do they reach? How do they reach the leaves? Complete worksheet. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ലീഫിലെത്താണ്, എന്നിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുകയാണ്. അതിൻ്റെ പാത്വേ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് ഒരു പോറിൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇലയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്തായിരുന്നു അത്? സ്റ്റൊമാറ്റ. അറ്റ്മോസ്ഫിയർ എന്ന് സ്റ്റൊമാറ്റയുടെ ഉള്ളിൽ കൂടെ കാർബൺ ഡയോക്സൈഡ് എവിടെ എത്തി? ലീഫിൻ്റെ ഉള്ളിലെത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ വാട്ടറിൻ്റെ പാത്ത് നോക്കുകയാണ്. എവിടെയാണ് വെള്ളം ഉണ്ടാവുക? മണ്ണിൻ്റെ അകത്ത്. സോയിലിൻ്റെ ഉള്ളിൽ നിന്ന് റൂട്ട് വഴി, ഇനി ഒരു പ്രത്യേക സെല്ല് വഴിയാണല്ലോ ലീഫിലേക്ക് വെള്ളമൊക്കെ എത്തുക. സൈലം വഴി XYLEM സൈലം വഴി വെള്ളം ഉള്ളിലെത്തും ലീഫിൻ്റെ. അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളും ഫോട്ടോസിന്തസിസിന് വേണ്ട ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടി എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കും. ഇനി നമുക്ക് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന്റെ കെമിസ്ട്രി എന്താണെന്നൊന്ന് നോക്കാം. ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? ഒബ്സർവ് ഇല്ലസ്ട്രേഷൻ 1.3. Compare the two phases of photosynthesis and complete table 1.1. നമുക്ക് എന്താ ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ്. സ്ട്രക്ചർ ഓർമ്മയില്ലേ? കോയിൻസ് അടുക്കി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ ഇല്ലായിരുന്നോ? മെംബ്രെയിനസ് സാക്സ്. അതാണ് ഗ്രാന. ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നോ? സ്ട്രോമ. ഇനി ഗ്രാനയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസിന്റെ ഒരു ഫേസ് നടക്കുന്നത്. അപ്പം നമുക്ക് ഫോട്ടോസിന്തസിസിനെ 2 ഫേസ് ആയിട്ട് മാറ്റാം. ഏതൊക്കെയാ അത്? ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസ് എവിടെ വെച്ചിട്ടാണ് നടക്കുക? ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുക. അതേപോലെ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് ഫേസ് നടക്കുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പം പിന്നെ ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവില്ല ഏത് ഫേസ് ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞു കോഡ് ഉണ്ടാക്കി വെക്കുക. അപ്പം നമ്മൾ മറന്നു പോകില്ല. ഇനി മറന്നു പോയാലും ആ കോഡ് നമുക്ക് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ ഇപ്പോൾ ആലോചിച്ച് വെക്കുക, നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചായ സ്ട്രോങ് ആകുമ്പോൾ കുറച്ച് ഡാർക്ക് കളറാവില്ലേ? അപ്പം ഞാൻ ആ വാക്കാണ് ഇവിടെ ആലോചിച്ച് വെക്കാൻ പോകുന്നത്. സ്ട്രോമ. അപ്പം സ്ട്രോങ് ആവുമ്പോൾ ഡാർക്ക് കളറാവും. അപ്പം ഞാൻ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ, സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് ഫേസ് നടക്കുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഈ കോഡ് തന്നെയല്ല, നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും കുഞ്ഞു കോഡ് ഉണ്ടാക്കി വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. അപ്പം സ്ട്രോമയിൽ വെച്ച് ഡാർക്ക് ഫേസ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പൊസിഷൻ അവിടെ ഉള്ളത് ഗ്രാനയാണ്. ഗ്രാനയിൽ വെച്ച് ലൈറ്റ് ഫേസ്. നിങ്ങൾക്ക് ഇതിനും എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി നോക്കാം. എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ, എല്ലാവർക്കും യൂസ് ആവുമല്ലോ. ഇനി ലൈറ്റ് ഫേസിൽ എന്തൊക്കെയാണ് നടക്കുക? ഇൻ ലൈറ്റ് ഫേസ് ലൈറ്റ് ഈസ് യൂസ്ഡ്. ലൈറ്റ് ആവശ്യമാണ് ലൈറ്റ് ഫേസിന്. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ലൈറ്റ് ഫേസിൽ വെച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ആവും. എന്നിട്ട് എന്തുണ്ടാവും? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. ഓക്സിജൻ ലിബറേറ്റ് ചെയ്യപ്പെടും. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇനി ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ റിലീസ് ആയില്ലേ? ആ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തും. ആ അടുക്കി വെച്ച, നിങ്ങൾ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം, ആ അടുക്കി വെച്ച കോയിൻസ് പോലത്തെ സ്ഥലത്ത് നിന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്തിട്ട് സ്ട്രോമയിലെത്തും.
ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അങ്ങനെ സോളാർ എനർജി, ആ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. എനർജി കറൻസി ഓഫ് എ സെല്ലാണല്ലോ ATP. അപ്പോൾ ATPന്റെ രൂപത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി ഡാർക്ക് ഫേസിൽ എന്താ നടക്കുന്നത് എന്ന് നോക്കാം. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഡയറക്ട്ലി അവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. നേരത്തെ ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ATP ഉണ്ടല്ലോ, ആ ATPയുടെ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇതാണല്ലോ ഫുഡ്. ഇനി നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ്. ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? അപ്പൊ നമ്മൾ വേഗം ആലോചിച്ച് നോക്കും. ഡാർക്ക് ഫേസ് ഡാർക്കാണ്, അപ്പൊ സ്ട്രോമയാണ് ഡാർക്ക് ഫേസ്. സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ലൊക്കേഷൻ ഏതായിരുന്നു? ഗ്രാനയിൽ വെച്ചിട്ട് ലൈറ്റ് ഫേസ് നടക്കും. നെക്സ്റ്റ് ആക്ഷൻ എന്തായിരുന്നു? ലൈറ്റ് ഫേസില് ആ ലൈറ്റ് എനർജീന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇനി ഡാർക്ക് ഫേസിലോ അങ്ങനെ നേരത്തെ ലൈറ്റ് ഫേസിൽ വെച്ചിട്ട് ലിബറേറ്റ് ചെയ്ത ഹൈഡ്രജൻ പിന്നെ സ്ട്രോമയിൽ പോയിട്ട് ATP ഉണ്ടാകപ്പെടുന്നു. സ്ട്രോമയിലേക്ക് പോയി ബാക്കി പ്രോസസ്സ് നടന്നിട്ട് ATP ഉണ്ടാകുന്നു. ഈ ATP യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് ഫേസിൽ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇനി ലൈറ്റ് ഫേസിന്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയാ? ഓക്സിജൻ റിലീസ് ആയില്ലേ, അപ്പൊ ഓക്സിജൻ. ഹൈഡ്രജൻ ഉണ്ടായില്ലേ, ഹൈഡ്രജൻ. അങ്ങനെ ഡാർക്ക് ഫേസിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇനി നെസസിറ്റി ഓഫ് ലൈറ്റ്. ഡയറക്ട്ലി ലൈറ്റ് ഫേസിൽ ലൈറ്റ് ആവശ്യമാണ്, ഡാർക്ക് ഫേസിൽ ഡയറക്ട്ലി ലൈറ്റ് ആവശ്യമല്ല. ഇനി ATP ലൈറ്റ് ഫേസിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇനി ആ ATP ആണ് ഡാർക്ക് ഫേസിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. Dark phase follows the light phase. The cyclic chemical reactions in dark phase were discovered by the scientist Melvin Calvin. Hence, this phase is known as Calvin cycle. He was awarded the Nobel Prize in 1961 for this discovery. ലൈറ്റ് ഫേസ് കഴിഞ്ഞിട്ടാണ് ഡാർക്ക് ഫേസ് വരുന്നത് അല്ലെ. ലൈറ്റ് ഫേസിൽ എന്തോ ഉണ്ടാക്കി വെച്ചതാണ് ഡാർക്ക് ഫേസിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ്, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് സൈക്ലിക് ആയിട്ട് എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻസ് ഡാർക്ക് ഫേസിന്റെ സമയത്ത് നടക്കുന്നുണ്ട്. അത് ഡിസ്കവർ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സൈക്കിളിന്, ആ ഒരു കെമിക്കൽ പ്രോസസ്സിന് കാൽവിൻ സൈക്കിൾ, അദ്ദേഹത്തിന്റെ പേര് കൊടുത്തുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് ഈ ഒരു കണ്ടുപിടുത്തം കാരണം നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. Now you have understood the chemical reactions in the process of photosynthesis. Based on this, complete illustration 1.4 given below. അപ്പോൾ നമുക്കൊന്ന് ആദ്യം അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് ആരൊക്കെ ആവശ്യമാണ്? സൺലൈറ്റും ആവശ്യമാണ്, ക്ലോറോഫിലും ആവശ്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജനും വാട്ടറും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നു എന്ന് പറയാലോ നമുക്ക്. The complex process involved in photosynthesis was unfolded after long years of study and experimentation by many scientists. Photosynthesis remains an aspiring area for research even today. Prepare a science edition by collecting information about research activities in this area. അപ്പോൾ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഫുൾ പ്രോസസ്സൊക്കെ പഠിക്കാൻ ഒരുപാട് കാലം എടുത്തു സയൻറ്റിസ്റ്റിന്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളോട് അതിന് പറ്റിയ ഇൻഫോർമേഷൻസ് എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അതിലുള്ള റിസർച്ച് ആക്ടിവിറ്റീസൊക്കെ കളക്ട് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക്
തൊട്ട് മുന്നേ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതെന്താന്ന് വായിച്ചു നോക്കാം. എനർജി കറൻസീസ്. Availability of energy must be ensured for continuous metabolic activities in the cells. എനർജി ആവശ്യമാണ്. എന്തിന്? പല മെറ്റബോളിക് ആക്ടിവിറ്റീസും നമ്മുടെ സെല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെല്ലിന് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കണം. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾ ഈസ് യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി കൊടുക്കുന്നത് ആരാണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളാണ്. The energy liberated during the breakdown of ATP into ADP, adenosine diphosphate, and phosphate is used for metabolic activities. നമ്മൾ ഈ പറയുന്ന മോളിക്യൂളില്ലേ ATP, ഈ ATP ബ്രേക്ക് ഡൗൺ ആവും. എങ്ങനെയാ? ADPയും ഫോസ്ഫേറ്റുമായിട്ട്. ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ്. അത് പൊട്ടിയിട്ട് എന്താവും അറിയോ? ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും വേറൊരു ഫോസ്ഫേറ്റും ആവും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പൊട്ടൽ, ഈ ഒരു ബ്രേക്ക് നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ADP റീസ്റ്റോഴ്സ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ATP. പിന്നെ ആകുമ്പോൾ ഇപ്പോൾ പൊട്ടിയിട്ടുള്ള ADP ഒരു റിയാക്ഷൻ വഴി വീണ്ടും ATP ആയിട്ട് മാറും. അങ്ങനെ സെല്ല് ATP പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ATP പിന്നെ യൂസ് ചെയ്യും, അതിൻ്റെ പണി ചെയ്യും. അങ്ങനെ since such energy transaction is done by ATP, it is known as the energy currency of the cell. ATP ആണ് സെല്ലിന് ഇങ്ങനെ എനർജി കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. ആ എനർജി ട്രാൻസാക്ഷൻ മൊത്തം ചെയ്യുന്നത് ATP ആയതുകൊണ്ട് തന്നെ നമ്മൾ ATPനെ പറയാം എനർജി കറൻസി ഓഫ് ദ സെൽ എന്നാണ്. ഇനി നമ്മളെ ബീനെ എന്തോ ഡൗട്ട് ചെയ്യുന്നുണ്ട്. After photosynthesis, if glucose is what all plants prepare, then how could we get starch, protein and fat from vegetable food items? അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞു ഫോട്ടോസിന്തസിന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അങ്ങനെയാണെങ്കിൽ വെജിറ്റബിൾ ഫുഡ് ഐറ്റം, വെജിറ്റബിൾ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഒരു പാർട്ടല്ലേ, അത് കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ കിട്ടുന്നത്? Isn't it Bina's doubt genuine? Genuine അല്ലേ? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് വെജിറ്റബിൾ കഴിച്ചാൽ കിട്ടുന്നത്? What happens to the glucose formed as a result of photosynthesis? Analyze the description and illustration 1.5 given below. Based on your analysis, prepare a note on the chemical changes of glucose in plant in your science diary. അപ്പോൾ ഗ്ലൂക്കോസിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസിന് ശേഷം. അത് നമ്മളോട് ഇവിടെ വായിച്ചു നോക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Since glucose is easily soluble in water, it cannot be stored in plant body. ഗ്ലൂക്കോസ് വേഗം വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ പ്ലാന്റിന്റെ ശരീരത്തിൽ ഒരുപാട് വാട്ടർ ഇല്ലേ, അപ്പോൾ അതിലൊക്കെ അലിഞ്ഞ് അങ്ങ് ഇതില്ലാണ്ടായി പോകും. അങ്ങനെ പറ്റൂല. അപ്പോൾ അതിനെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം പ്ലാന്റിന്റെ ബോഡിയിൽ. Therefore, plants store glucose in the form of insoluble starch in leaves. അപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ച് ഇൻസൊല്യൂബിൾ ആണ്. അങ്ങനെ ഇൻസൊല്യൂബിൾ ഫോമിൽ ലീഫിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ പ്ലാന്റിൽ സ്റ്റോറേജ് ഫോം ചെയ്ത സ്റ്റാർച്ച് ആണ്. പ്ലാന്റ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് സ്റ്റാർച്ചിനെ യൂസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഗ്രോത്തിന് വേണ്ട സബ്സ്റ്റൻസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. Starch is later converted to sucrose and is transported through phloem to various plant parts and stored there in different forms. അപ്പം സ്റ്റാർച്ച് പിന്നെ എന്ത് ചെയ്യുന്നറിയോ? സൂക്രോസ് ആയിട്ട് മാറും. ഫസ്റ്റ് ഗ്ലൂക്കോസ് അതിനെ സ്റ്റാർച്ച് ആക്കി മാറ്റി, ദെൻ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൂക്രോസ്. സൂക്രോസിന്റെ ഫോമിലാണ് ഫ്ലോയം. ഫ്ലോയം എന്ന് പറഞ്ഞ ടിഷ്യൂലൂടെ പ്ലാന്റിന്റെ പല ഭാഗത്തേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു വെച്ചു. അതാണ് ഈ ഫിഗറിൽ പറയുന്നത്. എന്നിട്ട് പല ഭാഗത്ത് വെച്ച് ഇതിനെ സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റ്, ഫ്രക്ടോസ്, സൂക്രോസ് ഒക്കെ ആയിട്ട് മാറ്റി.